കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി. നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. ഞാൻ ഈ കാണിച്ചേക്കുന്ന വ്യക്തിയെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും. മറക്കാൻ ഒട്ടും സാധ്യതയില്ല. കാരണം അത്രയ്ക്ക് കേരളീയരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിത്വത്തിനുടമയാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ. പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ നമുക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഏകദേശം 1 വർഷം മുമ്പ് ഒരു കലാകാരനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച്, കാക്ക എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് വൈറലായി എയറിൽ പോയ വ്യക്തിത്വത്തിനുടമയാണ്. അപ്പൊ ഈ വ്യക്തി അന്ന് കുറെ ന്യായീകരണങ്ങളൊക്കെ നിരത്തിയായിരുന്നു. അതിന്റെ പേരിൽ ഇപ്പൊ കേസ് നടക്കുന്നുണ്ട്. അന്ന് ഇവരെ കുറിച്ച് ഒരുപാട് ആൾക്കാർ വിമർശിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മല്ലിക സുകുമാരനും ഇവരെ വിമർശിച്ചിരുന്നു. ഇവര് കലാമണ്ഡലം സത്യഭാമയല്ല, സത്യഭാമ ടീച്ചർ വേറൊരാളാണ്. ഇവര് കലാമണ്ഡലത്തിന്റെ അതുവഴി എങ്ങാനും ബസ്സിൽ പോയതേ ഉള്ളായിരിക്കത്തുള്ളൂ, അല്ലാതെ കലാമണ്ഡലം ഒന്നുമല്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കുത്തിപ്പൊക്കിയിട്ട് പിന്നെ വന്നിട്ടുണ്ട്. അതേ കാര്യം തന്നെ പറഞ്ഞിട്ട് ചുമ്മാ ആൾക്കാരെ ചീത്ത വിളിച്ച് ലൈവായിട്ട് ഫേസ്ബുക്കിലൂടെ പബ്ലിക്കായിട്ട് തെറി വിളിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവര് കലാമണ്ഡലത്തിൽ തെറി വല്ലതും ആണോ പോയി പഠിച്ചത്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഇവര് മല്ലിക സുകുമാരനെ അധിക്ഷേപിക്കുന്നുണ്ട്. ആദ്യം ആ അധിക്ഷേപിക്കുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. സുകുമാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് കലാമണ്ഡലം സത്യഭാമയെ അറിയാം, പക്ഷേ കലാമണ്ഡലം ജൂനിയർ സത്യഭാമയെ എനിക്കറിയില്ല. അവർക്ക് എന്തറിയാം? അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിൽ പോകാൻ യോഗ്യത ഉണ്ട് മല്ലികയ്ക്ക്. മല്ലിക ഞാനൊരു സിനിമാ നടിയായിട്ട് കണ്ടിട്ടില്ലോ. അപ്പോഴോ ഞാൻ അല്ല അങ്ങനെ അവര് കലാമണ്ഡലം ഈ സത്യഭാമനെ അറിയില്ല എന്നല്ല അവര് പറഞ്ഞത്. അവര് പറഞ്ഞത് എന്താ പറയാ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് ഞാൻ ടീച്ചറിനെ ശോഭിതയാക്കാൻ വേണ്ടിയാണ് ഞാൻ മൈന്യൂട്ട് ചെയ്തത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരന്? ഇവരെ ഞാൻ സിനിമാ നടിയായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോഴോ അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. എന്നാ പറയാം മല്ലികയ്ക്ക് എന്താ അറിയാം? മല്ലികയ്ക്ക് ഞാൻ കളിക്കുന്നത് പോലെ, ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ? മല്ലിക കുറെ മരത്തിന്റെ ചുറ്റും ഓടി കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചോ? ഞാൻ നിങ്ങളെ തലേ കയറാൻ വന്നാ. അതേപോലെ കൊളപ്പള്ളി ലീല എന്നെ പറഞ്ഞ്, ഈ ലീലരെ ആരാണ് ഇവിടെ നടിയായിട്ട് കൂട്ടിയിരുന്നത്? ഞാൻ കൂട്ടിയിട്ടില്ല, ഒരിക്കലും കൂട്ടിയിട്ടില്ല. എന്നാ പറയാൻ ഇവരൊക്കെ ആരാ? ഇവർക്ക് എന്താ അറിയാം? എന്റെ കേസിനെ കുറിച്ച് ഇവർക്ക് എന്താ അറിയാം? എത്ര കിട്ടിയാലും ചില ആൾക്കാർ പഠിക്കത്തില്ല. എത്ര വിവാദമായാലും, എത്ര വൈറലായാലും, എയറിൽ കയറിയാലും, എത്ര ആൾക്കാർ തെറി വിളിച്ചാലും ചില ആൾക്കാർ പഠിക്കത്തില്ല. അവരുടെ അഹങ്കാരം അവരുടെ ഉള്ളിൽ നിന്ന് മാറത്തില്ല. പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ അഹങ്കാരമുണ്ട്. എനിക്ക് ഇവരെ ടീച്ചർ എന്ന വാക്ക് ഉപയോഗിച്ച് വിളിക്കാൻ തോന്നിയിട്ടേ ഇല്ല. കാരണം പുള്ളിക്കാരിയുടെ സ്വഭാവം അങ്ങനെയാണ്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, മറ്റുള്ളവർ തന്നെക്കാട്ടിൽ താഴെയാണ്, ഞാൻ ഏറ്റവും മുകളിലാണ് എന്നുള്ളൊരു ധാർഷ്ട്യം, അഹങ്കാരം, ആ ഒരു ഭാവം പുള്ളിക്കാരിയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണ്, വലിയ സുന്ദരിയാണ്, ഞാൻ കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ എന്നുള്ളൊരു അഹങ്കാരമാണ്. നമുക്ക് അഹങ്കാരമൊക്കെ ആവാം, കുറച്ച്, അത് ഞാനെന്നുള്ള ഭാവം നമുക്കാവാം, കുറച്ച് മാത്രം. അത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തലക്കനം വരും. ആ തലക്കനത്തിൽ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുകയാണ് പുള്ളിക്കാരി. അല്ലെങ്കിൽ മല്ലിക സുകുമാരൻ ആരാണെന്ന് ചോദിക്കുമോ? മല്ലിക സുകുമാരനെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാം, അല്ലേ? പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മയായിട്ടല്ല, ഒരു സിനിമാ നടി എന്നുള്ള രീതിയിൽ തന്നെ അറിയാം. നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവരൊരു ബിസിനസ്സുകാരിയും കൂടിയാണ്. അങ്ങനെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മല്ലിക സുകുമാരൻ. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി പറയുന്നത് ചെറിയ ചെറിയ വിവാദങ്ങളായിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു പബ്ലിക് ഫിഗർ തന്നെയാണ് മല്ലിക സുകുമാരൻ. അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരാരാണ്? സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെയല്ല. എന്തൊരു മോശമായിട്ടുള്ളൊരു വ്യക്തിയാണല്ലേ. കുറെ ആൾക്കാർ ഈ പുള്ളിക്കാരിയെ ന്യായീകരിക്കുന്നുണ്ട്, ഈ സത്യഭാമ ടീച്ചറിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷെ ന്യായീകരിക്കാൻ ഒന്നുമില്ല, അതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി. ഈ ലൈവിനിടയിൽ കുറെ ആൾക്കാർ ഈ മല്ലിക സുകുമാരനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല പുള്ളിക്കാരിയെ നല്ല രീതിയിൽ നെഗറ്റീവ് പറയുന്നുണ്ട്. ഈ ലൈവിൽ വന്നിരുന്ന് പൂര തെറിവിളി, അതായത് അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും വരെയാണ് വിളിച്ചുകൊണ്ട് തെറിവിളിക്കുന്നത്. ഇവർക്കൊന്നുമില്ലെങ്കിൽ ഇത്രയും പ്രായമില്ലേ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു കലാകാരിയല്ലേ, ഞാൻ കലാകാരിയാണ് എന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെക്കാട്ടിൽ എൻ്റെ താഴെയാണ് ബാക്കിയുള്ള എല്ലാ കലാകാരന്മാരും, ബാക്കിയുള്ള എല്ലാ നർത്തകരും എൻ്റെ താഴെയാണ് എന്നുള്ളൊരു അഹംഭാവത്തിൽ നടക്കുന്ന വ്യക്തി. ആ വ്യക്തിക്ക് കുറച്ച് സ്റ്റാൻഡേർഡോടുകൂടി പെരുമാറിക്കൂടെ? ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ ഫേസ്ബുക്കിൽ വന്നു കിടന്ന് പൂര തെറിവിളിയായിരുന്നു. ആ ഭാഗം കൂടി ഞാൻ കാണിച്ചു തരാം. നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി
കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വലിയ എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ്. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകമൊന്നും ഇല്ലാണ്ടല്ല നീ നിൻ്റെ അമ്മയുടെ വയറ്റിന്ന് വന്നേ. നീ ഇപ്പോൾ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാനാടാ നീ ഇരിക്കണേ. ഇപ്പോൾ എൻ്റെ 67-ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരണം. തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? നിന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാൻ കാലം നിന്റെ തള്ളയുണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളതിന് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ, മനസ്സിലായ? എന്നിട്ട് നീ എൻ്റെ അടുത്ത് വാ, സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത്. ലത നിന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി. നിനക്ക് സിനിമയിൽ വല്ല റോളും അവർ ഓഫർ ചെയ്തിട്ടുണ്ടോ? നീ എൻ്റെ സുന്ദരിയാണല്ലോ. നീ ചാണകം തേച്ച് മെഴുകുമല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1-നും 2-നും പോവും. നീ പോകാറുണ്ടോ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ. നീ ഇങ്ങോട്ട് വാടി മെഴുകാൻ ചാണകം കൊണ്ട് കേട്ടാ. നീ എൻ്റെ സുന്ദരികൾ കുറേ ഓടിയൊരു വണ്ടിയാണല്ലോ. നീ എന്നെ കണ്ടാലറിയാം കേട്ടാ. നീ വിടറി ഇതിൻ്റെ പുറകിൽ മെസ്സേജ് ഇടും നീ കേട്ടാ. നീ വലിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ. കഷ്ടം തന്നെ. സ്വന്തം നിലയും വിലയും സ്വയം അങ്ങ് ഇടിച്ചു താഴ്ത്തുകയാണ്. കുറച്ചു ദിവസം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകയോട് സംസാരിക്കുന്നത് കണ്ടു. അന്ന് ആ പ്രശ്നം നടന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒറ്റ സുന്ദരികളായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് പോലും വന്നില്ല. ഈ റിപ്പോർട്ടറായിട്ട് പറഞ്ഞു വിടുന്ന പെൺപിള്ളേർക്ക് കുറച്ച് സൗന്ദര്യം വേണം, കുറച്ച് ഭംഗി വേണം, കുറച്ച് നിറം വേണം. ഇപ്പോഴും അതേ മനോഭാവമാണ്. ഈ നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക്കായിട്ട് തുറന്നു പറയുമ്പോൾ അത് വല്ലാത്തൊരു അസഹിഷ്ണുതയായിരിക്കും ഉണ്ടാക്കുന്നത്. പലരുടെയും മനസ്സിൽ ആ ഒരു സംഭവമുണ്ട്. നിറത്തിൻ്റെ പേരിലുള്ള അവഗണനയും നിറമാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്നൊക്കെയുള്ള ചിന്താഗതി പലരുടെയും മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. എന്നാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ അത് വല്ലാത്ത വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും പലർക്കും. അതൊരു ടീച്ചർ എന്നുള്ള ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി പറ്റത്തില്ല. പ്രത്യേകിച്ച് ഒരു കലാകാരി ഒരു കാരണവശാലും നിറത്തിന്റെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കത്തില്ല, മറ്റുള്ളവരെ കുറ്റം പറയത്തില്ല, മറ്റുള്ളവരെ തരം താഴ്ത്തത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരെന്തോ വലിയ ഭൂലോക സുന്ദരിയാണ് എന്നുള്ളൊരു ഭാവം ഇവർക്കുണ്ട്. പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ടീച്ചറിനെ കണ്ടിട്ട് ടീച്ചർ ഒരു ഭൂലോക സുന്ദരിയാണെന്നൊന്നും തോന്നുന്നില്ല. കാരണം സൗന്ദര്യത്തിന്റെ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ സൗന്ദര്യമാണ്. മനസ്സിന് സൗന്ദര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അത് കഴിഞ്ഞേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. കാരണം എത്ര വലിയ നിറം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ മുഖത്ത് ചായം വാരി തേച്ചു, എത്ര വലിയ വട്ടത്തിൽ പൊട്ടു തൊട്ടു, എത്ര നല്ലതായിട്ട് കണ്ണെഴുതി എന്നതിനേക്കാട്ടിലും മനസ്സിന് സൗന്ദര്യമില്ലയോ? ഒന്നുമല്ല. മനസ്സ് വികൃതമാണെന്നുണ്ടെങ്കിൽ, മനസ്സിന് സൗന്ദര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ മുഖം മൂടിയും പുറം മൂടിയും ഒക്കെ ഒരു കാശിനും കൊള്ളത്തില്ല. അതൊക്കെ വെറുതെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനേ കൊള്ളത്തുള്ളൂ. അങ്ങനെയാണ്. പുള്ളിക്കാരിയുടെ മനസ്സിന് സൗന്ദര്യമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. രാവിലെ കുളിച്ചൊരുങ്ങി നല്ല നീളം മുടിയൊക്കെ ചീവി മിനുക്കി നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി പൊട്ടും തൊട്ട് ആഭരണങ്ങളൊക്കെ വാരിപ്പൂശി ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ വിചാരം വലിയ സൗന്ദര്യമാണ്, ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന്. പക്ഷേ മനസ്സിന് സൗന്ദര്യമില്ല. പിന്നെ എന്ത് കലാകാരി? ഒരു കലാകാരിയുടെ അല്ലെങ്കിൽ കലാകാരന്റെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത് അല്ലേ? അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. സുകുമാരനെ കുറിച്ചിട്ടുള്ള അവരെ വലിച്ചഴിച്ച് കുറേ വൃത്തികെട്ട കമൻസുകൾ അവർക്ക് വേണ്ടി എന്നെ പറഞ്ഞിട്ടുള്ള കുറേ പേര്. അതിനകത്ത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിനകത്ത് വന്നത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിട്ടതിന് ശേഷം എന്നെ പലരും, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സുകളും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പേജിലുള്ള എൻ്റെ ആൾക്കാർ മൊത്തം എന്നെ വിളിച്ചു. എല്ലാവരുമല്ല, ചിലരൊക്കെ അത് അവർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, മല്ലിക പറഞ്ഞത് അവർ കേട്ടിട്ടുണ്ട്. കേൾക്കാത്ത പലരുടെ അടുത്ത് ടീച്ചർ എന്താ സംഭവം, ഞങ്ങളെല്ലാവരും കേട്ടില്ലല്ലോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ സംഭവം ഞാനിപ്പോൾ ഇടുകയാണ് ഇതിനകത്ത്, എൻ്റെ പേജിലൊന്നും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വ്യക്തമായൊരു ധാരണ എല്ലാവർക്കും വരും. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരെടുത്തേ നമ്മളൊരു സാധനം പഠിച്ചിട്ടേ കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങുന്നതാണ് ഞങ്ങളൊക്കെ. എന്നെ പോലെ ഒരുപാട് നൃത്താധ്യാപകർ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ട്. അവർക്കെതിരെയൊക്കെ ഇതുപോലെ ഒരു ഗുരുസ്ഥാനത്തിരിക്കുന്ന ഞാൻ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള ഒരു നിലയിൽ ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഇങ്ങനെ ഒരാളെ ഒരുപാട് അനാവശ്യ രീതികളിലുള്ള ഡയലോഗാണ് അത്രയും വന്നിട്ടുള്ളത്. ഇതൊക്കെ ജനങ്ങൾ കാണും കേൾക്കില്ലേ. ഇനി അവരൊക്കെ ഇടുന്ന എനിക്കറിയാം. എല്ലാം കഴിഞ്ഞപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ തെറി പറയുന്ന ഫേസ്ബുക്ക് ലൈവ് പോലും പുള്ളിക്കാരിയുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു മര്യാദ കാണിച്ചിട്ടില്ല. വലിയ ടീച്ചറാണ്, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപിക, നൃത്ത അധ്യാപിക. എന്നിട്ടാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവരെ ഒരു കലാകാരിയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഒരു ടീച്ചർ എന്ന് നമുക്ക് ഇവരെ വിളിക്കാൻ പറ്റുമോ? ഇല്ല.
ഇവരെ തെറി പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. നമ്മളെ തെറി പറയുന്നവരെ അതേ ഭാഷയിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പൂര തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെയും കൂടി സ്റ്റാൻഡേർഡാണ് ഇല്ലാതാകുന്നത്. നമ്മളും ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പക്ഷെ ഇവരൊരു ടീച്ചറാണ്. കലാമണ്ഡലം എന്ന് പറയുന്ന പേരും വെച്ച് കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ച് അവസാനം വായിൽ നിന്ന് വരുന്നത് മൊത്തം ഒരുമാതിരി ഇല്ല പൂരപ്പാട്ടിനെക്കാട്ടിൽ കഷ്ടത്തിലുള്ള വാക്കുകളാണ്. ഈ കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോയി പാടത്തില്ലേ, അതിനേക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് വായിൽ നിന്ന് വരുന്നത്. ഇവരെവിടുത്തെ കലാകാരിയാണെന്നാണ്, എവിടുത്തെ ടീച്ചറാണ്, ഇവരാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്.